ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമസ്കാരം. അപ്പോൾ ഒരു നീണ്ട ഗ്യാപ്പ് എടുത്തിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ്. ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ COVID-19 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷേ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ലേറ്റായി. അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ക്രാഫ്റ്റ് പരിചയപ്പെടുത്തുന്ന എൻ്റെ ഫ്രണ്ടാണ് ഷർമീല. അവൾക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, സെറാസ്റ്റിക്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ. മിനി സ്ക്രാപ്പ് ബുക്ക്. ഇതിന്റെ ബേസ് ആണ് മെയിൻ ആയിട്ട് ഒന്ന് കാണിക്കാൻ ഈ കളറല്ല നമ്മൾ വേറെ പേപ്പർ ഈ ഒരു മോഡലിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. സോ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, എത്ര സെന്റിമീറ്ററിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, ഫസ്റ്റ് ഇത് ചിപ്പ് ബോർഡ് എന്ന് പറയും. ഇത് നമുക്ക് കട്ട് ചെയ്യണം. നമ്മൾ എത്ര ഇതിലാണോ ഉപയോഗിക്കണം അതുപോലെ നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തെടുക്കണം അല്ലേ. ഇത് 650 GSM-ന്റെ ചിപ്പ് ബോർഡാണ് കേട്ടോ. 650 ഇത് യൂസ് ചെയ്യുന്നത് കാർഡ് സ്റ്റോക്ക്, വൈറ്റ് കാർഡ് സ്റ്റോക്ക് ആണ്. ഇത് 250 GSM-ന്റെ കാർഡ് സ്റ്റോക്ക്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് പേപ്പർ. ഇതാണ് മെയിൻ ബേസ്. ഇത്ര തിക്കായിട്ട് കിട്ടണമെങ്കിൽ ആൽബം പോലെ കിട്ടാൻ വേണ്ടിട്ട്. ഇനി എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? പിന്നെ നമ്മൾ കുറച്ച് പേപ്പേഴ്സ്, പാറ്റേൺ പേപ്പേഴ്സ് കാണിച്ചു തരാം. പേപ്പേഴ്സ് ഇത് പല പേപ്പർ പാക്സത്തെ പേപ്പേഴ്സ് ആട്ടോ. ഇതിന് മാച്ച് ആയിട്ട് എടുത്ത് ഒരു ഫ്ലവർ പിങ്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എല്ലാം എടുത്ത് ഫ്ലോറലൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ഹോളോഗ്രാഫിക് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഭംഗിയുണ്ട് കാണാൻ, ക്യൂട്ടായിട്ട് ഭംഗിയുണ്ട്, ഷൈനിയാണ്. അപ്പോൾ ഇതിങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ്. പിന്നെ വേണ്ടത് മീൻ സാധനങ്ങൾ. ഓക്കെ. നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യണേക്കാൾ കൂടുതൽ ഡബിൾ ടൈപ്പ് ആണല്ലേ. ഈ ടൈപ്പിന് എന്താ പറയല്ലേ? ഫോം ഡബിൾ ടൈപ്പ്. ഫോം ടൈപ്പ് ആണല്ലോ, കുറച്ച് കട്ടിയായിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരു ബിഗിനറിന് ഏറ്റവും നല്ലത് ഇതുപോലെ സ്കെയില്, നോർമൽ സിസർ, സ്കെയില്, നൈഫ്, ഇങ്ങനത്തെ ഒരു നൈഫ്. ഓക്കെ, നല്ല ഷാർപ്പായിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുപോലത്തെ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുന്നതിന് ഡൈമെൻഷൻസ് യൂസ് ചെയ്യുന്നത് 4ഉം 4.5 ആണ്. സോ അതിന് ഇഞ്ചിലാണ് എടുത്തത്. അപ്പോൾ അതിന് വേണ്ട ചിപ്പ് ബോർഡ് ആദ്യം കട്ട് ചെയ്യണം. അപ്പൊ ഏതൊക്കെ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യണേ? ജസ്റ്റ് സ്കെയില്, പെൻസിലിട്ട്, അതുപോലെ തന്നെ നൈഫ്. ആദ്യം അളവ് എടുത്തിട്ട്. ഓക്കെ. അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒട്ടിക്കുമ്പോഴൊക്കെ മാറിപ്പോവും. ഈ ഒരു ലെങ്ത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സോ ഇതുപോലത്തെ 2 പീസ് വേണം. ഇത് നമ്മളെ ഫ്രണ്ടിൽ വെക്കാനും ഇത് ബാക്കിൽ വെക്കാനും. അതുപോലെ തന്നെ 1 ഇഞ്ചും 4.5 ഇഞ്ചിലും നമ്മൾ ഇതുപോലെ ഒരു ചിപ്പ് ബോർഡ് കട്ട് ചെയ്യണം. ഇത് മെയിനായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്, അതായത് ആ പേപ്പറിന്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. ഇത് 3 നമുക്ക് മാറ്റി വെച്ചിട്ട് കാർഡ് സ്റ്റോക്ക് കട്ട് ചെയ്യാം. കാർഡ് സ്റ്റോക്ക് കട്ട് ചെയ്യുന്നതിന് നമ്മളിപ്പോൾ ഇത് 4.5 ആണ് എടുത്തിട്ടുള്ളത്. ഇതും സെയിം ഡയമെൻഷനിലാണ്. ഇത് 1.5. ഇതിൽ കൂടുതലായിട്ട് എടുക്കണം. ഇത് 3 എണ്ണത്തിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചട്ട പോലെ, ഒരു കവർ ചെയ്യാനൊരു ചട്ട പോലെ ആയിട്ടാണ് എടുക്കേണ്ടത്. 1 ഇഞ്ച് കൂടുതലായിട്ട് 2 സൈഡിൽ നിന്ന് ഒരു 1 ഇഞ്ച് വേണ്ട, ഒരു 1/2 ഇഞ്ച് കൂടുതലായിട്ട് എടുത്താൽ മതി. സോ ഫസ്റ്റ് ചിപ്പ് ബോർഡിൽ ഇങ്ങനെ ഡബിൾ ടോപ്പ് ഒട്ടിക്കാം. 3 ചിപ്പ് ബോർഡിൽ ഒട്ടിക്കാം. ഇനി നമുക്കത് കാർഡ് സ്റ്റോക്കിൽ സ്റ്റിക്ക് ചെയ്യാം. സോ
ഫസ്റ്റ് നമുക്കിത് ഇതിന്ന് കളയാം. കളയാം. അപ്പോൾ ഇങ്ങനെ ഗ്ലൂ ആയില്ല അവിടെ? ഗ്ലൂ പോലെ. കുറച്ച് അപ്പൊ ഈ ജിപ്ബോർഡിന്റെ പകരം നമുക്ക് കാർട്ടൂൺ ബോക്സ് ഒക്കെ അതുപോലത്തെ കാർഡ്ബോർഡ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നല്ല ക്വാളിറ്റി ആയി. ഫോർ സൈഡ് നമ്മൾ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇപ്പൊ കാണുന്നില്ലേ, ഇപ്പൊ നല്ല തിക്കായിട്ട് വന്നില്ലേ. നമുക്കിത് ഫോൾഡ് ചെയ്യണം. കുറച്ചേരം നമ്മൾ ഈ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യണം. കാരണം നമ്മളിത് ഇങ്ങനെ മടക്കുമ്പോ ചിലപ്പോ ഇവിടുന്ന് പറഞ്ഞു പോരാണ്. അപ്പൊ കുറച്ചേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്യാം. ഈ കവർ സ്റ്റോക്ക് ഞാനൊരു 3 ഇഞ്ചും 4.5 ഇഞ്ചിലോട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിതിവിടെ സ്റ്റിക്ക് ചെയ്യാം. നമുക്കുള്ളിൽ ഷീറ്റ്സ് ഒട്ടിക്കാം. അതിന് പല പാറ്റേൺ പേപ്പേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ഏത് പാറ്റേൺ യൂസ് ചെയ്യണേ? നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ യൂസ് ചെയ്യാം. ഇത് കാണിച്ചു തരാം. 4 ഇഞ്ച് തന്നെ എടുത്തുക്കണത്. അതുപോലെ തന്നെ അതേ തന്നെ എടുത്ത് 4.5. ഇനി നമ്മളൊരു ചെറിയൊരു ഇഞ്ച്, ഒരു 1/2 ഇഞ്ച് വേണ്ട, നിയർലി ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണ്ട. ഞാൻ പറയണത് ജസ്റ്റ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിട്ട്, സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ കുറച്ച് ഈ മടക്കുന്ന ഈ ഫോൾഡ് ചെയ്യുന്ന സ്ഥലല്ലേ, അവിടുന്ന് കുറച്ചൊരു വ്യത്യാസത്തിൽ വേണത് സ്റ്റിക്ക് ചെയ്യാൻ കേട്ടോ. അവിടുന്ന് കുറച്ച് വിട്ടിട്ടില്ല. ഇതുപോലെ ഇവിടെ 1 മിനിറ്റ് നോക്കട്ടെ. ഈ മടക്കുന്ന കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഇനി ഇതിന്റെ മടക്കുന്ന കുറച്ച് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ഒട്ടിക്കാം. മനസ്സിലായി. ഇനി അടുത്തത് കുറച്ച് അടുത്ത മടക്കുന്ന കുറച്ചൊരു ഡിഫറൻസില് ഇറങ്ങിയിട്ട് അങ്ങനെ എല്ലാ പേപ്പേഴ്സും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. സോ നോ ഇപ്പൊ നമ്മള് പേപ്പേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. വാഷി ടേപ്പ് ഒക്കെ ഇവിടെ ചില സ്ഥലത്തൊക്കെ വാഷി ടേപ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേജ് ഇതിന്റെ ബോർഡിൽ ഒട്ടിക്കാണ്, ചിപ്പ് ബോർഡില്. ഇതാ ചെറിയ പാർട്ടിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. 1 ഇഞ്ചിലും 4.5 ഇഞ്ചിലും ഒട്ടി ഇങ്ങനെ കട്ട് ചെയ്യല്ലേ. സ്കെയിൽ ഉപയോഗിച്ചിട്ടോ ചെയ്യാം, അല്ലെങ്കിൽ പേപ്പർ കട്ടർ ഉണ്ടെങ്കിൽ പേപ്പർ കട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഇനി ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോസ് ഒട്ടിക്കാം, കോഡ്സ് ആവാം, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ്, ടാഗ്സ്, അങ്ങനെല്ലാം ഉപയോഗിക്കാം നമുക്ക് ഇതിന് വേണ്ടി.